Welcome back to Vibe with Dr. Aparna. Hi, hello, and welcome to another episode of Vibe with Dr. Apu. Oro podcast session, Oro guest, Oro new surprises, and so much more to understand and learn. After all, ഒരു ലൈഫല്ലേ ഉള്ളൂ. ആൻഡ് ടുഡേയ്സ് ഗസ്റ്റ് ഇസ് വെരി സ്പെഷ്യൽ. ഇദ്ദേഹം എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനാണ്. അത് കൂടാണ്ട് ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അദ്ദേഹത്തിൻ്റെത്. സോ ഐം ഷുവർ യു ഓൾസോ ഹാവ് എ ലോട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അതിൽ മോർ ദൻ എനിത്തിങ് ഇന്ന് ഈ ഒരു പോഡ്കാസ്റ്റ് സെഷനിലൂടെ ഒട്ടനവധി നഴ്സസിന്, യെസ്, ടു ഓൾ യു നൈറ്റിംഗേൽസ്, ദിസ് ഇസ് ഗോയിങ് ടു ബി ഹൈലി ഇൻഫർമേറ്റീവ്. സോ ലെറ്റ് മീ വെൽക്കം രജിസ്റ്റേർഡ് നഴ്സ് ഇൻ ദി UAE, also a Golden Visa holder. Not just that, the managing director of Banas MedWorld, Banas Bashir. Welcome to the podcast session, Ika. Thank you. ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണല്ലേ? അതെ, നെർവസ് ആണോ? നേർവസ് ഒന്നുമില്ല. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എൻ്റെ എല്ലാ പോഡ്കാസ്റ്റ് സെഷനിലെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഫീൽഡിനെ ചുരുക്കത്തിൽ നമുക്ക് സംസാരിച്ച് ഫലപ്രദമാക്കണം എന്നുള്ളതാണ്. സോ നമുക്ക് എത്രയും പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്നത്, നഴ്സിംഗ് രംഗത്ത് അത്യാവശ്യം ഒരു പതിറ്റാണ്ട് കൂടുതലായല്ലോ അല്ലേ ബനസക്കയുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടെടുത്ത ഫീൽഡായിരുന്നോ? അല്ല, ഒരിക്കലും അല്ല. അല്ല. ഒരു അടിച്ചുപൊളി ആ ഒരു രീതി, പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാംഗ്ലൂർ ചെന്ന് അടിച്ചുപൊളിക്കാന്നുള്ള രീതിയിൽ തുടങ്ങിയ ഒരു ജേണിയാണ്. അങ്ങനെ നമ്മൾ പ്ലസ് ടുവിൽ കോമേഴ്സ് ആണ് ചെയ്തത്. അതിനുശേഷം ജനറൽ നഴ്സിംഗിലോട്ട് പോയി അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറി വന്നതാണ്. അല്ലാതെ നഴ്സിംഗ് ആഗ്രഹിച്ച് എടുത്ത ഇതല്ല, ഫീൽഡല്ല ഒരിക്കലും അല്ല. ഓക്കെ, എന്നിട്ട് അതിനുശേഷം ഇപ്പോൾ ഈ ഫീൽഡിൽ എത്തിയതിന് ശേഷം അല്ല, ജനറൽ നഴ്സിംഗ് പഠിച്ച് പാസ് ഔട്ട് ആയതിനു ശേഷം നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഈ ഫീൽഡിൽ ഉപകാരപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സെൽഫായിട്ടൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായി. കാരണം പേഷ്യൻസുമായിട്ടൊക്കെ ഉള്ള ഇതും ഒരു കഠിന ഹൃദയത്തിൽ നിന്ന് നമ്മൾ വേറൊരു ഇതിലോട്ട് പോയി, ലെവലോട്ട് പോയി. തിരിച്ചറിവ് വന്നു, നമ്മളെ കൊണ്ട് ഇതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് പഠിച്ചത്. ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് കറസ്പോണ്ടൻ്റ് ആയിട്ടാണ് പോസ്റ്റ് PhD പഠിച്ചത്. പിന്നീട് ഇങ്ങോട്ടുള്ള ജേണിയും ഇത്രയും നാളത്തെ. ഓക്കെ, അതിനുശേഷം ഈ ഒരു ബനാസ് മെഡ്വേൾഡിൻ്റെ രൂപീകരണം അതിലേക്ക് എങ്ങനെ എത്തി? അത് പുറത്തോട്ട് വരാനായിട്ടൊരു അക്കാഡമി ഞാൻ ചൂസ് ചെയ്ത് പഠിച്ച്, അങ്ങനെ ഞാനും ഒരു ടീച്ചറിൻ്റെ പഠിച്ചതിനാണ് എത്തിപ്പെട്ടത്. അപ്പം അങ്ങനെ പഠിച്ചുകൊണ്ട് സമയത്ത് എനിക്ക് തോന്നി ഇത് എന്തുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്തുകൂടാന്നൊരു ആശയം എൻ്റെ മനസ്സിൽ ഉദിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. ആ ഒരു പുള്ളിയുടെ ഒരു വേ ഓഫ് ടീച്ചിങ്ങും ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ കൊണ്ട് ഇത് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സ്വന്തമായിട്ട് 4 സ്റ്റുഡൻസിനെ കൊണ്ട് തുടങ്ങിയതാണ് ഓൺലൈനിൽ. അന്ന് ഗൂഗിൾ മീറ്റ് ആയിരുന്നു ആപ്ലിക്കേഷൻ. അന്ന് 4 പേരെയും കൊണ്ട് തുടങ്ങി 200 പേരെ വെച്ച് വരെ ക്ലാസ് എടുത്തിട്ടുണ്ട്. 1000-ലധികം പിള്ളേരെ നമ്മൾ പഠിപ്പിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. അവരുടെ ഡോക്യുമെൻറ്റേഷൻ സഹായിക്കാനും എക്സാം ബുക്ക് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. പിന്നെ റിക്രൂട്ട്മെൻറ്റ് മാത്രം നമ്മൾ ചെയ്യുന്നില്ല, പിള്ളേർക്ക് ഇവിടെ എത്തിപ്പെടാനുള്ള വഴികൾ, മെയിനായിട്ട് GCC രാജ്യങ്ങളിൽ വന്ന് എങ്ങനെ ജോലി അന്വേഷിക്കണം, അതേപോലെ ഏത് എക്സാം പാസ്സാകണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങളും മറ്റും. ഒട്ടനവധി മിസ്കോൺസെപ്ഷൻസും ഒട്ടനവധി പേര് പറ്റിക്കപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ബനസക്കയുടെ ടേക്ക് എന്തായിരുന്നു? 100%. ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സീരിയസ്ലി? യെസ്. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ UAE കറൻ്റിലായിട്ട് ഒരു ഒരു നേഴ്സിന് വന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം, മീൻസ് എക്സ്പീരിയൻസ് വേണം. അതിനുശേഷം എക്സാം എഴുതി ഇവിടുത്തെ ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ടേ വരാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ പുതിയ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഇപ്പം പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് യെസ് ഇപ്പം പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല നിലവിൽ. അവർക്ക് അതായത് ഇതിൻ്റെ ഇപ്പോൾ ദുബായ് ആണെങ്കിൽ DH എക്സാം, അബുദാബി ആണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് എക്സാം, അപ്പോൾ അതേപോലെ എക്സാമുകൾ ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റും. എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് എക്സാം എഴുതി ഇവിടെ വരാൻ പറ്റും. പിന്നെ ഏജൻസി ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ജോലിക്ക്. ഒന്നാമത്തെ കാര്യം, സ്വന്തമായിട്ട് എക്സാമെല്ലാം എഴുതി പാസ്സായതിനു ശേഷം വിസിറ്റിംഗ് വിസ എടുത്ത് വന്ന് ഇവിടെ സ്വന്തമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കയറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ഏജൻറ്റുമാരുടെ ഇടപെടൽ വരുന്നത്. അപ്പോൾ ഏജൻറ്റുമാർ പത്രത്തിലൊക്കെ ആഡൊക്കെ കൊടുത്തിട്ട് ദുബൈയിൽ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ സാലറി എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ അട്രാക്ട് ചെയ്തിട്ട് നാട്ടിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നൊരു പരിപാടിയുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണത്. അതിൽ പറ്റിക്കപ്പെടുകയും ചെയ്യും. ഇഷ്ടം പോലെ കുട്ടികൾ പറ്റിക്കപ്പെടുന്നുണ്ട്. അങ്ങനത്തെ കേസ് നമ്മുടെ ഇവിടെ വരാറുണ്ട്. അപ്പം നമ്മൾ പൈസ വാങ്ങിച്ചിട്ട് ഒരു പരിപാടിയും ചെയ്ത് കൊടുക്കത്തില്ല. ജസ്റ്റ് CV വാങ്ങിച്ച് നമുക്കറിയാവുന്ന ഹോസ്പിറ്റലുകളിൽ അറിയാവുന്ന HR-മാർക്ക് നമ്മൾ CV ഷെയർ ചെയ്തിട്ട് പിള്ളേരുടെ കഴിവ് കൊണ്ട് അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കയറിക്കോണം. നമ്മൾ ഒരു ബാക്ക് സപ്പോർട്ട്, വേണ്ട ഗൈഡൻസ്. ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ളൊരു കുട്ടി വന്നിട്ടുണ്ട്, കറൻ്റ്ലി നിലവിൽ UAE വിസിറ്റിംഗ് വിസയിലുണ്ട്, അവൈലബിൾ ആണ്, അബുദാബി ഓർ ദുബൈയിലെ ആൾ അവൈലബിൾ ആണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റും. വേറെ ഒരു പരിപാടി നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അവരുടെ കഴിവനുസരിച്ച് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ 8 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർ കാണും, ചിലപ്പോൾ ഫ്രഷർ ആയിരിക്കും. അപ്പോൾ അവരുടെ ആ ഒരു കഴിവ് വെച്ചിട്ട് ജോലി തന്നെ കണ്ടെത്തിക്കണം. Why a nurse should choose Banas MedWorld എന്ന് ചോദിച്ചാൽ ഉത്തരം എന്തായിരിക്കും?
അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കുന്ന ഒരു ക്യാൻഡിഡേറ്റ് കുറഞ്ഞതൊരു 30 to 35 മിനിറ്റ് ഞാൻ അവരോട് സംസാരിക്കും. അത് ലോകത്തിൽ എവിടെയാണെങ്കിലും ഡയറക്റ്റ് അവരുടെ നമ്പർ വാങ്ങിച്ചിട്ട് സ്പോട്ടിൽ ഞാൻ തിരിച്ചു വിളിക്കും. ചിലപ്പോൾ എന്നെ ബോട്ടിമേ കോൺടാക്ട് ചെയ്യും, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറയും നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ഡയറക്റ്റ് കോൺടാക്ട് നമ്പർ, അത് ഏത് രാജ്യമാണേലും ഞാൻ നമ്പർ വാങ്ങിയിട്ട് സമയം കണ്ടെത്തി വിളിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം കേൾക്കും. കാരണം പലർക്കും പല പല സിറ്റുവേഷൻസ് ആണ്. ചിലർ GNM പഠിച്ചിട്ട് പോസ്റ്റ് ബി സി ചെയ്യുന്നതിനിടയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കുറേ ഗ്യാപ്പുകൾ. അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഞാൻ നല്ലൊരു സജഷൻ കൊടുക്കും. ഇന്ന രീതിയിൽ ചെയ്താൽ ഇയാൾ രക്ഷപ്പെടും. അത് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും. ഒരാളുടെ കാര്യത്തിൽ കഥകൾ മൊത്തം കേൾക്കണം, സമാധാനം വേണം, ക്ഷമ വേണം നമുക്ക്. അപ്പം നമ്മളത് കേട്ടിട്ട് നമുക്ക് അവർ നല്ലൊരു സജഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം എല്ലാവരും ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരെല്ലാവരും ഒരാൾ വിളിക്കുമ്പോഴത്തേന് എത്രാമത്തെ അറ്റംപ്റ്റ് എക്സാം ഒന്നും ചോദിക്കാറില്ല. അപ്പം ഞാൻ ഫുൾ ഹിസ്റ്ററി ചോദിക്കും. അപ്പം പൊതുവേ എന്നെ എല്ലാവരും മീൻസ് എന്നെ ഫസ്റ്റ് ടൈം വിളിക്കുമ്പോൾ എല്ലാവരും ഞാനൊരു ടെററാണെന്നുള്ള രീതിയിലൊരു ചിന്ത എല്ലാവരും എൻ്റെ സ്റ്റുഡൻസ് തന്നെ പറയും. സാധാരണ ഞാൻ ഇന്നാക്ക് സജസ്റ്റ് ചെയ്തിട്ട് അയാൾ പറഞ്ഞു വിളിച്ചപ്പോഴത്തേക്ക് സംസാരം കേട്ടിട്ട് ഭയങ്കര ഗാംഭീര്യം, ഒരു ടെറർ ലുക്കാണല്ലോ എന്ന് പറയാറുണ്ട്. അപ്പം നമ്മളിങ്ങനെ കാര്യങ്ങൾ കൊച്ചിലോട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ചിലർക്കതൊരു ബുദ്ധിമുട്ടാണ്. എന്താ അതിൻ്റെ ഒരു മലയാളത്തിലൊരു വേർഡ് പറയും, കിളിച്ചതും മുളച്ചതും ഒക്കെ ചോദിക്കുന്ന പറയത്തില്ലേ, നമ്മളിങ്ങനെ തുറന്നു ചോദിക്കത്തില്ലേ, അതാണ് കറക്റ്റ് മലയാളം വേർഡ്. അപ്പോൾ അത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പക്ഷേ അത് ആദ്യത്തിൽ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും പിന്നീട് ഇങ്ങോട്ട് കാര്യങ്ങൾ വരുമ്പോൾ എക്സാം എഴുതി പാസ്സായി ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും താങ്കളുടെ നിഗമനമായിരുന്നു കറക്റ്റ് എന്നുള്ളത് നമ്മളോട് പലപ്പോഴും പറയാറുണ്ട്. ഓക്കെ സർ, ആ രീതിയിൽ തുടങ്ങിയെങ്കിലും സാറിൻ്റെ ഗൈഡൻസ് ഞങ്ങളെ അവസാനം എക്സാം പാസ്സായതിനു ശേഷം നമുക്കൊരു ടെസ്റ്റ് മണി വീഡിയോ വരാറുണ്ട്, റിവ്യൂസ് തരാറുണ്ട്. അപ്പോൾ പറയാറുണ്ട് അന്ന് ഞാൻ വിചാരിച്ചതിലും ഓപ്പോസിറ്റാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്നുള്ള രീതിയിൽ പലപ്പോഴും കുട്ടികൾ തന്നെ അനുഭവസ്ഥരാണല്ലോ, അത് നമുക്കതിൻ്റെ ഇതുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ, പിന്നെ ഞാൻ ചോദിക്കുന്നൊക്കെ ഇനിയും ഇപ്പോൾ UAE-ലേക്ക് എനിക്ക് തോന്നുന്നു കമ്പയർ ടു യൂറോപ്പ്, UAE അല്ലെങ്കിൽ GCC രാജ്യങ്ങളിലേക്ക് വരുന്നതല്ലേ ഒരു നേഴ്സിന് കുറച്ചും കൂടെ എളുപ്പം? അതിലെന്തെങ്കിലും ഗൈഡൻസ് ജനറൽ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? അല്ല, ഓരോന്നിനും ഓരോ രീതിയാണല്ലോ. ഓക്കെ, ഇപ്പോൾ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഇപ്പോൾ ചിലരുടെ കുട്ടികളുടെ ഹസ്ബൻഡുമാർ വർക്ക് ചെയ്യുന്ന UAE-ലാണെങ്കിൽ അങ്ങനെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്, UAE തിരഞ്ഞെടുക്കുന്നത്. പിന്നെ മറ്റുള്ള GCC രാജ്യങ്ങളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഏജൻസി ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഒരു ഏജൻസി നമ്മൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഈ പറയുന്ന ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സൊക്കെ ചെയ്ത് ആ ഏജൻസി പറയുന്ന എമൗണ്ട് എത്രയാണോ ലക്ഷങ്ങൾ പറയുന്നത് ആ പൈസ കൊടുത്തിട്ട് മാത്രമേ ഒരു നഴ്സിംഗ് ക്യാൻഡിഡേറ്റിന് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ അവർ ഉദ്ദേശിക്കുന്ന ഒരു രാജ്യത്ത്. ഇപ്പോൾ UAE ഓപ്പൺ പ്ലേസ് ആണ്. UAE വരണമെന്നുണ്ടെങ്കിൽ എക്സാം പാസ്സാകുക, ഡോക്യുമെൻറ്റേഷൻ ഡേറ്റ ഫ്ലോ എന്ന് പറഞ്ഞ ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തന്നെത്താനെ ഒരു വിസിറ്റിംഗ് വിസ എടുക്കുക, ജസ്റ്റ് ഇവിടെ വരിക, ഇഷ്ടംപോലെ ഹോസ്പിറ്റലുണ്ട്, CV ഡ്രോപ്പ് ചെയ്യുക, ലിങ്ക്ഡിൻ വഴിയാണെങ്കിലും ഡയറക്റ്റ് ആണെങ്കിലും CV കൊടുക്കുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ആ ഒരു ഓപ്ഷൻ. ജോലിക്ക് ഡയറക്റ്റ് നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട. സോ അപ്പം ഏജൻസി വഴി ലക്ഷങ്ങൾ കൊടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ അത് റിലയബിൾ ആണല്ലോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഏജൻസീസിനെ മാത്രമേ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ അല്ലേ? ഓക്കെ, ശരി, ആയിക്കോട്ടെ. പിന്നെ ഇക്കയുടെ ഒരു മെന്റർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, പുള്ളി വഴിയാണല്ലോ ഇക്ക രജിസ്റ്റേർഡ് നഴ്സായിട്ട് UAE-യിൽ എത്തിയത്. അദ്ദേഹമായിരുന്നു ഇത് തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ? അല്ല, പുള്ളി വഴിയാണ് UAE-യിൽ എത്തിയെന്ന് പറയുന്നതിൻ്റെ അകത്ത് അർത്ഥമില്ല. പുള്ളിയുടെ രീതികൾ കണ്ടിട്ടാണ് ഞാൻ എനിക്കും കൂടെ ഇൻസ്പയർ ആയത്. ഇപ്പോൾ ഒരാൾ വണ്ടി ഓടിക്കുന്നത് നമ്മൾ അത് കണ്ടുപഠിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് അത് ഓടിക്കാം, അങ്ങനെ ഒരു ചിന്തയാണ്. അതിലാരും ത്രെഡ് കിട്ടിയത്. ആയിക്കോട്ടെ. കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? വളരെ കുട്ടിക്കാലമൊക്കെ അടിപൊളിയായിരുന്നു, വളരെ കളർഫുൾ എന്ന് തന്നെ പറയാം. കുട്ടിക്കാലം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ ഒരു ചെറിയൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് നമ്മൾ വരുന്നത്. അച്ഛനും അമ്മയും ഞാനും അനിയനും അടങ്ങുന്ന ഒരു ചെറിയ 4 അംഗ കുടുംബം. അച്ഛൻ ഡ്രൈവറായിരുന്നു, KSRTC ഡ്രൈവറായിരുന്നു. അപ്പം എനിക്ക് നല്ല എഡ്യൂക്കേഷൻ തന്നു. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണെങ്കിലും നല്ല എഡ്യൂക്കേഷൻ എന്ന് പറയാനായിട്ട് അന്നത്തെ കാലത്ത് ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളൊന്നും മോശമാക്കി ഞാൻ പറയുമല്ല. 4ാം ക്ലാസ് വരെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചതിന് ശേഷം നമ്മുടെ തന്നെ നാട്ടിൽ തന്നെ ഒരു സഫയുടെ ഒരു മർത്തമായർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. 10 വരെ അല്ല 5 to +2 വരെ ഒരേ സ്കൂളിലാണ് പഠിച്ചത്, 5 to 12. അപ്പം +2 ഞാൻ കൊമേഴ്സ് ആണ് എടുത്തത്. അപ്പോൾ ഒരേ സ്കൂളിൽ 5 തൊട്ട് 12ാം ക്ലാസ് വരെ പഠിച്ച്. അപ്പം അന്നത്തെ തല്ലിപ്പൊളിച്ച് നടക്കുന്നൊരു കാലം എന്ന് തന്നെ പറയാം. അപ്പോൾ അതിനുശേഷം നേഴ്സിംഗ് പഠിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പേഷ്യൻറ്റ് ഞാൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പം എന്നെ +2 കൊമേഴ്സിൽ അക്കൗണ്ടൻസി പഠിപ്പിച്ചൊരു ടീച്ചറുണ്ട്, മേരി ടീച്ചർ. അപ്പം ഞാൻ ആ പേഷ്യൻറ്റ് ഇഞ്ചക്ട് ചെയ്ത് വൈറ്റ് യൂണിഫോം ഇട്ട് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുക, ക്യാനിൽ ഇടുവാണ് പേഷ്യൻറ്റ്. അപ്പോൾ പുള്ളിക്കാരി വന്ന് കണ്ടിട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് കരഞ്ഞു. പെനാസ് നേഴ്സാകുമെന്ന് ഒരിക്കലും ഞാൻ എക്സെപ്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞു, മീൻസ് എക്സ്പെക്ട് ചെയ്തില്ലെന്ന് പറഞ്ഞു പുള്ളിക്കാരി. കാരണം ക്ലാസ്സിൽ അത്രയ്ക്ക് ബോറൻ തല്ലിപ്പൊളി ആയിരുന്നു, നമ്മൾ വഴക്കളിയായിരുന്നു. ഞാൻ പറയില്ല, റോ ആൻഡ് അൺഫിൽറ്റേർഡ് ആണ് അദ്ദേഹം പറയൂ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നിന്ന് ഇപ്പം നേഴ്സിംഗ് ഞാൻ പറഞ്ഞില്ല ഇഷ്ടപ്പെട്ടു പോയതല്ല. ബാംഗ്ലൂരിൽ പോയിട്ട് അടിച്ചുപൊളി കാര്യം, ബാംഗ്ലൂരിൻ്റെ ക്ലൈമറ്റിനെ പറ്റിയൊക്കെ ആൾക്കാർ പറഞ്ഞ് കേട്ട് അവിടുത്തെ ഒരു അടിച്ചുപൊളി ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെ ശേഷത്തിൽ നിന്ന് പഠിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോകാനുള്ളൊരു വ്യഗ്രത ഉണ്ടല്ലോ, നാട് വിട്ടു പോകാനുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ പോയിട്ട് തിരിച്ച് വന്ന് ഒരു 6 മാസം ട്രെയിനായിട്ടൊരു ഹോസ്പിറ്റലിൽ
കയറിയ സമയം തൊട്ട് പിന്നീട് നമുക്ക് മനസ്സിലായി. ഇപ്പം നേഴ്സിംഗ് നമ്മൾ കൊച്ചിലോട്ട് കാണുന്നത് പെൺപിള്ളേർക്ക് മാത്രമുള്ള ഫീൽഡാണ്. അപ്പം ഇതിൽ ആൺപിള്ളേരുടെ ഒരു മികവ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ഒക്കെ പറ്റും. വന്ന സമയത്തൊക്കെ മെയിൽ നേഴ്സ് വളരെ കുറവല്ലേ? അല്ല, മെയിൽ നേഴ്സുമാരുണ്ട് ആ സമയത്ത്. ഉണ്ട്. നമ്മൾ പഠിക്കുന്ന കാലത്ത് GNM ഒക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, അതായത് +2 കഴിഞ്ഞിട്ട് ഞാൻ ജനറൽ നേഴ്സിംഗ് പഠിക്കുന്ന കാലഘട്ടത്തിൽ കുറവാണ്. ക്ലാസ്സിൽ ഇപ്പം 60 കുട്ടികളുണ്ടെങ്കിൽ 55 പിള്ളേർ ഫീമെയിൽസ് ആയിരിക്കും. ഫീമെയിൽസ് ആണ്. ഒരു 5 പേര് മെയിൽസ്, അങ്ങനെ ആ റേഞ്ചിലുള്ളായിരുന്നു. ബേസിക്കലി എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് അബ്രോഡ് പോകാൻ പറ്റിയൊരു പ്രൊഫഷൻ, നല്ല മാട്രിമോണി കിട്ടാൻ പറ്റുന്ന അങ്ങനത്തെ കുറെ ചാൻസ്, അല്ല ഇപ്പം അങ്ങനത്തെ കുറെ നോഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ഫീൽഡിൽ ഞാൻ അന്ന് അങ്ങനെ അടിച്ചു വിളിക്കാൻ വേണ്ടി പോയതാണെങ്കിലും അതുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ ഫാമിലിക്ക് ബെസ്റ്റ് കൊടുക്കാൻ പറ്റി. വളരെ നോബിൾ ആയിട്ടുള്ളൊരു പ്രൊഫഷൻ അല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചൊരു എന്താ പറയുക, മെഡിക്കലി ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്കൊക്കെ അക്കമ്പനി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇഷ്ടം പോലെ. ഓക്കെ. കാരണം ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു പ്രീവിയസ് ആയിട്ട്, ഒന്നല്ല ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു മുമ്പേ, പത്തനംതിട്ടയിൽ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ ICUയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് പേഷ്യൻസിനെ നമ്മൾ മരണത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അത് വേറെ രീതിയിലൊന്നുമല്ല, നമ്മുടെ അപ്പം ഈ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് സഡൻ കാർഡിയക് അറസ്റ്റ് ഒക്കെ ഉണ്ടാവും പേഷ്യൻറ്റിന്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊണ്ടുവരും. അപ്പോൾ അവിടെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡിസിഷൻ എടുക്കേണ്ടത് സീനിയറായിട്ട് നിൽക്കുന്ന സ്റ്റാഫ് ആയിരിക്കും. മനസ്സിലായില്ലേ? പേഷ്യൻ്റെ കണ്ടീഷൻ ഡോക്ടർ ഫ്ലാറ്റിൽ നിന്ന് പറയണം. മനസ്സിലായില്ലേ? ഡ്യൂട്ടി ഡോക്ടേഴ്സ് അവിടെ ഉണ്ടായിരിക്കുമെങ്കിലും നമ്മളാണ് അസസ് ചെയ്യുന്നത്. ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ECG എടുത്തിട്ട് ഇന്ന റിതമാണ്, അത് ഇന്ന സ്റ്റെപ്പിലോട്ട് പോകുകയാണെന്ന് ഡോക്ടറെ വിളിച്ച് പറയുമ്പോൾ ആ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ ഒരു ഇതാണ്. ഇപ്പം ആ CCU ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്ന ഒരു സീനിയർ സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ ആ ഷിഫ്റ്റിൽ നിൽക്കുന്ന ഒരു നഴ്സിൻ്റെ ഒരു പവറാണത്. അത് അസസ് ചെയ്തിട്ട്, കാരണം ഡോക്ടേഴ്സിനെ നമ്മൾ തള്ളി പറയുമല്ല, ഡ്യൂട്ടി ഡോക്ടേഴ്സായിട്ട് നിൽക്കുന്നവർ പഠിച്ചിറങ്ങിയ പിള്ളേരൊക്കെ ആയിരിക്കാം. അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇന്ന റിതമാണ് ഡോക്ടറെ വിളിച്ചിട്ട് കൺസൾട്ടൻറ്റിനെ നമ്മൾ വിളിച്ച് പറയുന്നത്. ഫിസിഷ്യൻ അല്ലെങ്കിൽ ഓൺകോ ഡോക്ടറിനെ വിളിച്ചിട്ട് ഇന്ന കണ്ടീഷൻ ആണെന്ന് പേഷ്യൻറ്റിനെ വിളിച്ച് പറയുമ്പോൾ അപ്പം ഡയറക്റ്റ് അവർ പറയും ഇത്ര ഗ്രാം ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഇന്ന ഇഞ്ചക്ഷൻ കൊടുത്തു, ഞാൻ വരുവാണെന്ന് ഓൺ ദ വേയിൽ പറയണം. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. നമ്മൾ തഴക്കവും പഴക്കവും വേണം അതിന്. എനിക്ക് തോന്നുന്നു UAE ഉണ്ടായിരുന്ന ഒരു കേസിലും കമ്പനി ചെയ്യുമോ അങ്ങനെ? 1-2 പേഷ്യൻ്റായിട്ട് നാട്ടിലോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. എമർജൻസി സിറ്റുവേഷനിൽ ഒരു ആളെ കൊണ്ട് പോയത് ട്രിവാൻഡ്രത്താണ്, ഒരു പേഷ്യൻറ്റിനെ കൊണ്ട് നെടുമ്പാശ്ശേരിക്കും. പോകാനുണ്ടായ ഒരു പ്രചോദനം എന്താണ്? പ്രചോദനമൊന്നുമില്ല, നാളെ നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മളെ കൊണ്ട് പറ്റുന്നത്. ഞാനിപ്പം നിലവിൽ ഞാൻ ജോലി ഇല്ലാതിരുന്ന സമയത്താണ്, റെസിഗ്നേഷൻ ചെയ്തിട്ടുന്ന സമയത്താണ് ആ 2 കേസിന് അറ്റൻഡ് ചെയ്തത്. അപ്പം ഫ്രീ ആയിരുന്നു, ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ളൊരു ചോദ്യചിഹ്നം വന്നു. കാരണം പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ട് മീൻസ് പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടാണ് പല ആൾക്കാരും അങ്ങനെ പോകുന്നത് തന്നെ. നമ്മളത് പേയ്മെൻ്റ് ഒന്നും വാങ്ങാതെ തന്നെ അങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നു. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ്, സഹായിക്കാമെന്ന് റിക്വസ്റ്റ് വന്നപ്പോൾ അത് ഏറ്റെടുത്തു, സന്തോഷത്തോടെ ഏറ്റെടുത്തു. ഒന്നും ചിന്തിച്ചില്ല, സംതൃപ്തിയാണ്, അതാണല്ലോ വേണ്ടേ. ബ്യൂട്ടിഫുൾ. ഓൾ റൈറ്റ്. ഇനി മൂവിങ് ഓൺ ടു മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തെന്ന് വെച്ചാൽ, ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്തല്ലോ ഏകദേശം ഒരു 10 ആണ്ടോളം. അതിനുശേഷം പിന്നെ ടീച്ചിങ്ങിലോട്ടാണ് എൻ്റെ പാഷൻ എന്ന് കണ്ടെത്തിയത്. ആദ്യമേ ഉണ്ടായിരുന്നോ അതോ? ഇല്ല, ടീച്ചിങ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുമ്പേ ടീച്ചറിൻ്റെ കഥ പറഞ്ഞല്ലോ. നമ്മൾ ബാക്ക് ബെഞ്ചറായിരുന്നു. എൻ്റെ മർത്തമ സ്കൂളിൽ ഞാൻ പഠിച്ച സമയത്ത് ഉണ്ടായിരുന്ന ആരിലും ഞാൻ ടീച്ചറെന്ന് കാണുമ്പോൾ ഇവൻ ഇങ്ങനെ ഈ ഫീൽഡിൽ വന്നെന്നൊരു ചിന്തയായിരിക്കും. ഈ പറയുന്ന ആൾ തന്നെയാണോ അതെന്നുള്ളൊരു ചിന്തയായിരിക്കും. മാറിയോ എന്നൊരു സംശയം അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അതിലേക്ക് എത്താൻ ഒരുപാട് ക്ഷമ വേണ്ടേ അതിന്? അല്ല, എന്നെ സംബന്ധിച്ച് എൻ്റെ അതിൽ ഡിഫറെൻ്റ് ആണ്. ക്ഷമ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് നമ്മൾ ചെയ്യുമ്പം ഇപ്പം UAE ഈ കോവിഡ് സിറ്റുവേഷനിൽ ഒരു 3 കുട്ടികൾ, തമിഴ്നാട്ടിലുള്ള കുട്ടികളാണ്, പേര് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒരു കറന്റ് UAE നല്ല പൊസിഷനിലാണ്. അപ്പം ഒരു ഏജൻറ്റ് വഴി പറ്റിക്കപ്പെട്ട് ഇവിടെ വന്നതാണ്. പറ്റിക്കപ്പെട്ട് വന്നു പറഞ്ഞാൽ ആഹാരം പോലും ഇല്ലാത്ത അവസ്ഥയിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കോവിഡിൻ്റെ സമയത്താണ്, 2021. അപ്പം ഒരു ഏജൻറ്റ് 3.5 ലക്ഷം രൂപ എന്തോ വാങ്ങിച്ച് കൊണ്ടുവന്നു, പറഞ്ഞ് ജോലി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് 3 മാസം ഹോസ്റ്റലിൽ ഇട്ടിട്ട് ഭക്ഷണമൊന്നും ഇല്ലാതെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അവരെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു, അബുദാബി കൊണ്ടുവന്നു, പഠിപ്പിച്ചു, ഡേറ്റ ഫ്ലോ ചെയ്ത് കൊടുത്തു, എല്ലാം എൻ്റെ പേയ്മെൻറ്റിൽ തന്നെ. പക്ഷേ ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റിലല്ല അവർക്ക് ചെയ്തത്. ജോലി കിട്ടിയതിന് ശേഷം കൃത്യമായിട്ട് തിരിച്ചു തരികയും ചെയ്ത കുട്ടികൾ. അങ്ങനെ ഒരുപാട് കുട്ടികളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു ടൈമിൽ അവർ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. അല്ലല്ല, ടൈമിൽ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ UAE സംബന്ധിച്ച് അറിയാമല്ലോ, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ. പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു, 10 അവർ ഡ്യൂട്ടി ആയിരിക്കും, 12 അവർ ആയിരിക്കും. ഇതിനിടയ്ക്ക് വരുന്ന ഫോൺ കോൾ എടുക്കണം, എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കണം. കേട്ടാലേ നമുക്ക് പരിഹാരം പറയാൻ പറ്റത്തുള്ളൂ. ചുമ്മാ ഒരു മെസ്സേജ് ആയിട്ട് എല്ലാം ഓക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരിക്കലും ഇല്ല. ബ്യൂട്ടിഫുൾ. ഓൾ റൈറ്റ്. ഒരു രജിസ്റ്റേർഡ് നേഴ്സ് വിത്ത് ഗോൾഡൻ വിസ ആണ്. ഓക്കെ, ഫുൾ ഫാമിലി ഇവിടെ ഉണ്ട്. ഫാമിലി ലൈഫിലും ഒക്കെ ഒരുപാട് ചാലഞ്ചസ് നേരിട്ടല്ലോ. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ ചോദിച്ചോ. എന്ത് നമ്മൾ ഫ്രീ ആണല്ലോ, നമുക്ക് ഓപ്പൺ ആണല്ലോ അങ്ങനെ. കാരണം ഞാൻ ട്വിൻസിൻ്റെ വലിയൊരു ഫാനാണ്. അപ്പം ട്വിൻസ് കൺസീവ് ചെയ്തു എന്നറിഞ്ഞ് അതും ഒരു നിർണായകമായ ഘട്ടത്തിൽ ഒരു സുപ്രഭാതത്തിൽ അവർ പോയി.
ദേ ആർ നോ മോർ എന്ന് അറിഞ്ഞപ്പോഴത്തേന് ഹെൽത്ത് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും കാരണവും പിന്നെ അതിൽ ഇക്ക പേഴ്സണലി മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഇപ്പം എക്സ്പെക്ടിങ് പേരൻസ് ഉണ്ടാവും അവരോട് എന്താണ് ഇക്കയ്ക്ക് പറയാനുള്ളത്? അല്ല, അങ്ങനെ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളൊരു കൺസൾട്ടൻറ്റിനെ കണ്ടിട്ട് അവർ മോശമാണെന്നല്ല, എപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ. ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ ഇപ്പം എനിക്കിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട്, ഇപ്പോൾ വൈഫ് ഡ്യൂട്ടി കഴിഞ്ഞ് ഒന്ന് സഡൻലി ഒരു ബ്ലീഡിങ് ഉണ്ടായാണ് നമുക്ക് അന്നൊരു സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായത്. അപ്പം നമുക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റി. അപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ച് പറഞ്ഞ് ട്രാൻസ്ഫർ ചെയ്ത് സ്പോട്ടിൽ എനിക്ക് എത്തിക്കാൻ പറ്റി. അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകിച്ച്. മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേഷൻ ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. അതാണ് ഒരു പ്രശ്നം. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള കേസിൽ ഡ്യൂട്ടി ചെയ്യുന്ന മീൻസ് ഞാൻ പറയുന്നത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ വർക്ക് ചെയ്യുന്നവർ നല്ലൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത് റെസ്റ്റ് വേണ്ടതാണെങ്കിൽ ഉറപ്പായിട്ടും ജോലി റിസൈൻ ചെയ്തിട്ട് റെസ്റ്റ് തന്നെ കൊടുക്കണം. അപ്പം പലരും അതിന് മുതിരാത്തത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും. കാരണം ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ, അതുകൊണ്ടാണ്. ഇപ്പോ ദൈവം അനുഗ്രഹിച്ച് നല്ലൊരു പെൺകുഞ്ഞിന്റെ വാപ്പയാണ്. ദുആ എന്നാണ് ആളുടെ പേര്. എങ്ങനെയുണ്ട് ബീങ് എ ഫാദർ? അടിപൊളി, ഓക്കെ, ഹാപ്പിയാണ്. വളരെ ഹാപ്പി. കുറച്ച് ഉറക്കക്കുറവുണ്ടെന്നുള്ള പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അടിപൊളി. അപ്പൊ ദുആമോളാണോ ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന സംരംഭത്തിന്റെ ആ ഒരു ഐഡിയക്ക് പിന്നിൽ? അല്ല, അത് ഞാൻ ചിന്തിച്ചു. അപ്പം നമ്മള് സന്തോഷമായിട്ടേ അതിനെപ്പറ്റി പറയൂ. അല്ല, ദുആമോള് മാത്രമല്ല, പലരും നമ്മുടെ അടുത്ത് ഇങ്ങനെ വർഷങ്ങളായിട്ട് എൻക്വയറി ചെയ്യുന്നുണ്ട്. പിള്ളേരെ ഇങ്ങനെ ഉത്തരവാദിത്തമായിട്ട് വിടാൻ പറ്റിയ ഒരു സ്ഥാപനത്തെ പറ്റി ചിന്തിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സേഫ്റ്റി വെരി ഇമ്പോർട്ടൻ്റ്. സേഫ്റ്റി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളിപ്പോൾ ലൈസൻസ് ഒക്കെ എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു തുടക്കം നിലയ്ക്ക് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് പേരും കൂടെ പറഞ്ഞോളൂ സ്ഥാപനത്തിന്. കിഡ്സ് കോംഫി എന്നാണ് നമ്മളുടെ. കിഡ്സ് കോംഫി. ആ പേര് എവിടെ നിന്ന് കിട്ടി? അത് പേര് എവിടെ നിന്ന് കിട്ടി? ഞാൻ വൈഫും കൂടെ സെലക്ട് ചെയ്തതാണ്. കംഫർട്ടബിൾ ആയിരിക്കണം കുട്ടികൾ. മീനിങ് അത്രേ ഉള്ളൂ, കംഫർട്ടബിൾ തന്നെയാണ്. കോംഫി പ്ലേസ് ടു കംഫർട്ടബിൾ. എന്താണ് കിഡ്സ് കോംഫിയുടെ ഹൈലൈറ്റ് ആയിട്ട് ബെനസിക്ക പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്? അല്ല, നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥാപനം എന്ന രീതിയിൽ മെഡിക്കൽ പ്രൊഫഷണൽസിനെയാണ് നമ്മൾ കൂടുതൽ അതിൻ്റെ അകത്തോട്ട് നോക്കുന്നത് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, 24/7 കെയർ എന്നുള്ള രീതിയിൽ നമ്മൾ നേഴ്സുമാരുടെ രീതിയിൽ തന്നെ അറിയാവുന്ന ആൾക്കാർ തന്നെ പിള്ളേരെ ടേക്ക് കെയർ ചെയ്യുന്ന രീതിയിൽ പഠിപ്പിക്കാൻ മീൻസ് മോണ്ടിസോറി അതുപോലുള്ള ടീച്ചേഴ്സ് സെപ്പറേറ്റ് ഉണ്ടെങ്കിലും ടേക്ക് കെയർ ചെയ്യാനായിട്ട് നേഴ്സിംഗ് ഇതിൽ തന്നെ അസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ. അങ്ങനെയുള്ളവരെ സ്റ്റാഫായിട്ട് എടുത്തിട്ട് നല്ലൊരു കെയർ കൊടുക്കാൻ. അതായത് ദ ബെസ്റ്റ് ഇൻ ദ ആൻഡ് വിത്ത് പ്രോപ്പർ, അതായത് അവർ പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം ഇത് ചെയ്യാൻ അല്ലേ? അതാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് ഉദ്ദേശിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല. ഒരു നേഴ്സ് ആകുമ്പോഴത്തേന് ഇപ്പം പ്രായമായ മാതാപിതാക്കളെയും പോലെ വലിയ വലിയ ആൾക്കാർ മീൻസ് വൃദ്ധരായ ആൾക്കാരെയൊക്കെ നമ്മൾ ഹോസ്പിറ്റൽ ICUലൊക്കെ ഇട്ട് നോക്കുന്നു. അപ്പം അതേ മനസ്സ് വേണം കുഞ്ഞുങ്ങളെ നോക്കണമെന്നുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് അന്യരുടെ കുഞ്ഞുങ്ങളെന്നുള്ള നമ്മുടെ ഇതിലോട്ട് വരുന്ന കുട്ടികളെല്ലാം നമ്മുടെ കുട്ടികളായിട്ട് തന്നെ കണ്ട് സമാധാനം ഉണ്ടെങ്കിൽ ഈ പറയുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നടക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഇതാണ് ആ ഒരു. സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും ക്രൈറ്റീരിയ? അങ്ങനെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. എല്ലാവരെയും നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് കാണണം, കണക്കാക്കണം. അല്ലാതെ മറ്റൊരാളുടെ കുട്ടി ഇതൊരു ബിസിനസ്സായിട്ട് കണ്ടാൽ നടക്കത്തില്ല ഒരിക്കലും. ഇല്ല, ഒരു പേഴ്സണൽ കെയർ. പിള്ളേരല്ലേ, തീർച്ചയായിട്ടും എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ മൈൻഡൊക്കെ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് കണ്ടെത്തി ആ ഒരു രീതി കെയർ കൊടുത്തെങ്കിലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ കാര്യമില്ല. ബെനസിക്ക എന്ന വ്യക്തിയുടെ ഡ്രീം എന്താന്ന് ചോദിച്ചാൽ, ഡ്രീം അച്ചീവ് ചെയ്തോ അതോ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ഇനി അച്ചീവ് ചെയ്യാൻ? അല്ല, അച്ചീവ് ചെയ്തോന്ന് ചോദിച്ചാൽ അങ്ങനല്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാട് കളിയാക്കലും കുറ്റപ്പെടലും ഒക്കെ കേട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതെങ്ങനെ തരണം ചെയ്തത്? തരണം ചെയ്തെന്ന് പറഞ്ഞാൽ ഈ നേഴ്സിംഗ് ഫീൽഡ് കൊണ്ട് തന്നെ തരണം ചെയ്തത്. ബ്യൂട്ടിഫുൾ. അത് തന്നെ പറഞ്ഞാൽ ഇപ്പം അമ്മയ്ക്കും അച്ഛനും ഗോൾഡൻ വിസ അടിച്ചു. അപ്പം എനിക്ക് UAE ഗവൺമെൻറ് അങ്ങനെ ഇപ്പോൾ ഗോൾഡൻ വിസ വലിയ കാര്യമുള്ള കാര്യമല്ല പലർക്കും, പക്ഷേ എനിക്കത് സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയൊരു പ്രിവിലേജ് തന്നെയാണ്. കാരണം നമ്മൾ ഈ നേഴ്സിംഗ് ഫീൽഡിൽ വന്നതുകൊണ്ട് കോവിഡ് ഫ്രണ്ട് ലൈൻ ഹീറോസിൻ്റെ രീതിയിൽ ഗവൺമെൻറ്റിൽ നിന്ന് ഡയറക്റ്റ് കിട്ടിയതാണ്, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല. അപ്പോൾ അത് യൂസ് ചെയ്ത് അച്ഛനെ സ്പോൺസർ ചെയ്തു, അമ്മയെ സ്പോൺസർ ചെയ്ത് 10 വർഷത്തേക്കെന്നൊക്കെ പറയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് അതിൻ്റെ അത്. പ്രൗഡാണ്. അതെ, ഓക്കെ. സോ ഒരു കുഞ്ഞു കുഞ്ഞു അച്ചീവ്മെന്റ്സിലും സംതൃപ്തി, അല്ലാണ്ട് അതിലൊരു അഹങ്കാരം അങ്ങനെയൊന്നും ഇല്ല. അഹങ്കാരമല്ല, നമ്മൾ താഴെ വന്നാണല്ലോ, നമ്മൾ താഴോട്ട് പോകാൻ റെഡിയാണ് എപ്പോൾ വേണേലും. അപ്പം നമുക്ക് അതുകൊണ്ട് നമ്മൾ രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത്. അല്ല, അങ്ങനല്ല. നമ്മളിപ്പം നേഴ്സിംഗ് മേഖലയിൽ വന്നിട്ട് കുറച്ച് കാശുണ്ടാക്കിയത് മാത്രം നമുക്ക് തൃപ്തി കിട്ടത്തില്ല. ഇപ്പം എനിക്ക് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേന് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്, കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. അത് ഓപ്പണായിട്ടും ചെയ്തിട്ടുണ്ട്, മീൻസ് അറിയാതെയും ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് നമുക്ക് പൂർണ്ണ തൃപ്തിയാണ് അതിൻ്റെ അകത്ത്. ബ്യൂട്ടിഫുൾ. ഇതിൽ വൈഫിന്റെ റോളോ? ലവ് മാരേജ് ആണല്ലോ. ലവ് മാരേജ് വൈഫിന്റെ റോളാണല്ലോ, ഏറ്റവും വലിയ സപ്പോർട്ട് അതാണല്ലോ. നമ്മൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ അപ്പുറം നേഴ്സാണ്. അതുകൊണ്ട് അപ്പം ആള് കുടുംബത്തിന് വേണ്ടി സമയം കൊടുക്കാറായിട്ട് ചില സമയങ്ങളിൽ കിട്ടാറില്ല. കാരണം
ഫോണിലായിരിക്കും കൂടുതൽ ടൈമും. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അതിൽ ഞാൻ ഹാപ്പിയാണ്, കുഴപ്പമൊന്നും. വളരെ സപ്പോർട്ടീവാണ് ആ കാര്യത്തിൽ. ബ്യൂട്ടിഫുൾ. ഇനിയും നമ്മുടെ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ ഞാൻ ബെനസിക്കയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒക്കെ പറഞ്ഞല്ലോ ഹമ്പിൾ ബിഗിനിങ്സ് ചെയ്യുന്ന ഒരുപാട് ചാലഞ്ചും കളിയാക്കലും കുത്തുവാക്കളും ഒക്കെ കേട്ടിട്ടാണ് ഇതുവരെ എത്തിയത്. എന്നിട്ടും ഓക്കെ, അടിപൊളി ബാക്ക് ബെഞ്ചറായിട്ട് നടന്ന ആള് ഒരുപാട് നേഴ്സസിനെ രക്ഷപ്പെടുത്തി, ഒരുപാട് കുടുംബങ്ങളാണ് അതിലൂടെ രക്ഷപ്പെട്ടത്, ഒരുപാട് പേഷ്യൻസ് അതിലൂടെ രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ഇത്ര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ജേർണിയിൽ ഇക്കൊക്കെ എപ്പോഴും നമ്മളൊക്കെ മനുഷ്യരാണ്, ഡൗൺ ആവുന്ന പല ഘട്ടങ്ങളുണ്ടാവും. എന്തായിരുന്നു ബെനസിക്കെ മോട്ടിവേറ്റ് ചെയ്ത കാര്യങ്ങൾ? എങ്ങനെയായിരുന്നു സെൽഫായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട്? ഇല്ല, ഡൗൺ ആകാൻ ഇരിക്കാൻ മീൻസ് ഡൗൺ ആകാതിരിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ചു വന്ന രീതിയിലാണ്. മീൻസ് അത് പറയുവാണെങ്കിൽ സീറോ എന്ന് പറയേണ്ടി വരും. ഇപ്പം ചുരുക്കം പറഞ്ഞാൽ ഞാൻ മണ്ണെണ്ണ വിളക്കി പഠിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? 3 രൂപയ്ക്ക് മണ്ണെണ്ണ റേഷൻ കടയിൽ പോയി റേഷൻ കാർഡിട്ട് നടന്നു പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് മണ്ണെണ്ണ വിളക്കിൻ്റെ അകത്തിരുന്ന് 8ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, ബുക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പം ഓടിട്ട് വീടിൻ്റെ അകത്തല്ല, ഷീറ്റിട്ടതിൻ്റെ അകത്ത് ചാണകം മെഴുകി കിടന്നിട്ടില്ല, ചാണകം തറയിൽ മെഴുകി അല്ല അതിൽ കിടന്നിട്ടുണ്ട്. ഓപ്പണായിട്ട് പറയുന്നതിന് എന്തോ കുഴപ്പം എന്തുവാ? അല്ല, അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്നു. ഞാൻ പറഞ്ഞല്ല, അങ്ങനെ +2 കഴിഞ്ഞു, GNM കഴിഞ്ഞു, അങ്ങനെ വന്നിട്ട് അപ്പം നമുക്ക് അതിലോട്ടൊരു ഇതില്ല. പിന്നെ ഒരു തിരിഞ്ഞു നോട്ടം, ഞാൻ എന്ത് നേടി എന്നുള്ളതിനല്ല, ഞാൻ ആരെയൊക്കെ സഹായിച്ചു, ഞാൻ വന്ന രീതിയിൽ നിന്ന് ഇപ്പോഴും ഞാൻ അതേ ചിന്തിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ ക്ലാസ്സിൽ പല പിള്ളേരോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ പിള്ളേർ, പോ സാറേ അങ്ങനെയൊന്നും പറയല്ലേ, ചുമ്മാ നിങ്ങൾ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ ചിലർക്ക് നാണക്കേടായിരിക്കും, കടന്നു വന്ന വഴികൾ ഇങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് നാണക്കേട് കാണും. നമുക്കതില്ല, എന്തിനു നാണക്കേടുന്നേ? നമ്മൾ അധ്വാനിച്ച് നേടി ഉണ്ടാക്കിയ സാമ്രാജ്യമാണ്. സാമ്രാജ്യം ഒന്നും പറയത്തില്ല, ഞാനത് എൻ്റെ രീതിയിൽ പറഞ്ഞതാണ്. എനിക്കിത് നോക്കുമ്പോൾ സാമ്രാജ്യമാണ്, അല്ലാതെ ഞാൻ വലിയ രാജാവാ എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. നമ്മുടെ ലൈഫിൽ ഇതാണ്, അതായത് ചാലഞ്ചസിനെ ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ്. അല്ല, അന്ന് കുടുംബത്തിൽ നേഴ്സിംഗ് പഠിച്ചിട്ടാണെങ്കിലും നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പം ഒരുപാട് കുറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ വീട്ടിലാണെങ്കിലും നേഴ്സിംഗ് പഠിച്ചിട്ട് നിന്റെ മോൻ ഇങ്ങനെ കിടന്ന് അലയുന്നല്ലോ, ആ ഒരു രീതിയില്ല. അലയുന്നല്ലോ എന്ന് പറഞ്ഞാൽ ജോലി ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നല്ലോ എന്നുള്ളൊരു കുറ്റപ്പെടുത്തലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഈ ലെവൽ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ പഠിച്ച ഫീൽഡിൽ തന്നെ നമുക്കൊരു മര്യാദ കിട്ടി തുടങ്ങിയപ്പോൾ, മീൻസ് റെസ്പെക്ട്. അപ്പം നമ്മുടെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ഇത് മാറി. ഈവൻ നമ്മുടെ പള്ളിയിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിലാണെങ്കിലും നമ്മുടെ ടൗണിലാണെങ്കിലും 10 പേര് നമ്മളെ അംഗീകരിക്കണമെന്നല്ല, നമ്മൾ പഠിച്ച ഫീൽഡിൽ നമ്മൾ ശോഭിച്ചല്ലോ എന്നുള്ള രീതിയിലാണ്. അല്ലാതെ കുറച്ച് പണം ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇപ്പം നമ്മളങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയല്ല പറയുന്നത്. ഇപ്പോൾ UAE വന്ന് പല ബിസിനസ്സുകൾ ചെയ്ത് കാശുണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ അഭിമാനം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച ഫീൽഡിൽ നിന്നാണ് ഞാൻ ഏൺ ചെയ്തത്, മനസ്സിലായില്ലേ? മറ്റൊരു ഇതിലോട്ട് ഞാൻ പോയിട്ടില്ല. അല്ല, അങ്ങനല്ല പറഞ്ഞത്, അത് തന്നെ കണ്ടിന്യൂ ചെയ്തു തന്നെ പല ഡയമെൻഷൻസിലാണ് അത് ഇതായി. ഇപ്പോൾ ഇനിയും ഒരു സംരംഭകൻ എന്നുള്ള നിലയിൽ മറ്റൊരു വെഞ്ചറിലേക്ക് കടക്കുമ്പോഴും ഫീൽഡുമായിട്ട് കണക്റ്റഡ് ആണ്. ചെറിയ രീതിയിലെ കണക്ഷൻ എന്നാലും കാരണം പലരും അത് ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഒരു മെഡിക്കോ ആയിട്ട് ഒരു വ്യക്തി അവിടെ ഉണ്ടാകുമ്പോൾ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് അപ്രോച്ച് ഓൾ ടുഗദർ. അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങും വേറെയാണ്. അപ്പോൾ എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോഡ്കാസ്റ്റ് ആയിരുന്നു. ഇനിയും ഒരുപാട് ആസ്പയറിംഗ് ആയിട്ടുള്ള നഴ്സസ് ഉണ്ട്, ഒരുപാട് ആശങ്ക, ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടുത്താൻ വേണ്ടി പഠിക്കുന്നവരുണ്ടാവും. അവരോടൊക്കെ ബെനസിക്കയുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് വളരെ ചുരുക്കത്തിൽ എന്താണ് എനിക്ക് പറയാനുള്ള പറഞ്ഞോളൂ. അല്ല, മൊത്തത്തിൽ പൊതുവായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മീൻസ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അറിവും അവരുടെ ഒരു ക്ഷമയും പോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് 2 രീതിയിൽ എടുക്കാം. ഇപ്പം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നൊരു കുട്ടിയെടുത്ത് എനിക്ക് ബിസിനസ്സായിട്ട് വേണമെങ്കിൽ സംസാരിച്ചാൽ കുട്ടിയെ ക്ലാസ്സിലെടുത്ത് വെച്ച് പഠിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വിടാം. പക്ഷേ എപ്പോഴും നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരാൾ വിളിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എച്ച് ആൻഡ് എവറിത്തിങ് മനസ്സിലാക്കിയതിന് ശേഷം നല്ലൊരു സജഷൻ, ഇന്ന എക്സാമാണ് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്തൊരു ക്ലയൻസ് മീൻസ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ A to Z ജോയിൻ ചെയ്യുന്ന ദിവസം തൊട്ട് ആ കുട്ടി എക്സാം എഴുതുന്നതിൻ്റെ അന്ന് രാവിലെ വരെ ഡയറക്റ്റ് ഞാൻ കോൺടാക്ട് ചെയ്യും. ഒരു ദിവസം ക്ലാസ്സിൽ കയറിയെങ്കിൽ പോലും ഇപ്പോൾ എല്ലാ ദിവസവും എൻ്റെ ക്ലാസ്സിൻ്റെ അറ്റൻഡൻസ് എടുക്കുന്നതുകൊണ്ട് മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ്. നമ്മൾ രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും അറ്റൻഡൻസ് എടുക്കും. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളെ ഞാൻ നേരിട്ട് വിളിക്കും. എന്താണ് റീസൺ എന്ന് എനിക്ക് അറിയണം, എന്നാലേ പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിൽ കയറത്തുള്ളൂ. അല്ലല്ല, അത് ഇപ്പം 35 വയസ്സുള്ള ആൾക്കാരുണ്ട്, 40 ഉണ്ട്. അപ്പോൾ എല്ലാം എനിക്ക് കുട്ടികൾ തന്നെയാണ്, എന്നെക്കാട്ടി മൂത്ത ആൾക്കാർ വരെ ഉണ്ട്. പക്ഷേ ഞാൻ വിളിക്കും, എനിക്ക് കൃത്യമായിട്ട് റീസൺ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ സപ്പോസ് ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ എന്നെ അറിയിച്ചിരിക്കണം. വേറൊന്നുമല്ല, എൻ്റെ ശ്രദ്ധ അത്രമാത്രം ഉണ്ടാവില്ല. കാരണം ഇന്ത്യയിലൊക്കെ ഉള്ള അക്കാഡമികളിൽ 2-3 വട്ടം എക്സാം എഴുതിയിട്ട് വരുന്ന പിള്ളേരുണ്ട്. ഇപ്പോൾ എനിക്ക് തോറ്റിട്ട് വരുന്നവരെ പഠിപ്പിക്കാനാണ് എനിക്ക് ആഗ്രഹം കൂടുതൽ. കാരണം മറ്റൊരു അക്കാഡമി പഠിച്ചിട്ട് വരുന്നവർക്ക് നമ്മുടെ വരുമ്പോൾ തന്നെ ആ ഫീലിൽ ഡിഫറൻസ് മനസ്സിലാവും. ഞാൻ അവരെ എങ്ങനെ കേൾക്കുന്നു, ഞാൻ അവരെ എങ്ങനെ കെയർ ചെയ്യുന്നു. പല പിള്ളേരും പറയാറുണ്ട് സമയം കണ്ടെത്തി വിളിക്കും, ഞാൻ വിളിക്കും. ഇപ്പോൾ കൂടെ രാത്രി ഒരു 10 മണിക്ക് എനിക്കൊരു കോൾ വന്നെന്ന് പറഞ്ഞാലും വേണമെങ്കിൽ നമുക്ക് ഓഫീസ് ടൈം അല്ലെന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്ത് വിടാം. പക്ഷേ ഞാൻ അവോയ്ഡ് ചെയ്യാറില്ല. നമ്മൾ എടുത്ത് കാര്യങ്ങൾ കേൾക്കും, ഏത് സമയമാണെങ്കിലും
അവരുടെ കാര്യങ്ങൾ കേട്ടിട്ട് ഒരു ഉത്തരം ഞാൻ പറയും. ഹൗ സ്വീറ്റ്. അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് അവരുടെ ലൈഫിനെ, അത് മാത്രമല്ല അതൊരു കുടുംബമാണ് അവിടെ രക്ഷപ്പെടുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുന്ന പുതിയ ആൾക്കാരോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എക്സ്പേർട്ടായിട്ട് ഈ ഫീൽഡിലുള്ള ഒരാളെ കൺസൾട്ട് ചെയ്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചാടി പുറപ്പെടുക. മറ്റുള്ള പത്രങ്ങളിലെ ന്യൂസിലൊക്കെ കണ്ട് നേഴ്സുമാർക്ക് 2 ലക്ഷം കിട്ടുന്നു 3 ലക്ഷം കിട്ടുന്നു പറഞ്ഞ് ചാടിക്കയറി വരാതെ പ്രോപ്പർ വേയിൽ കൂടെ തന്നെ പോയി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യിപ്പിച്ച് എക്സാമൊക്കെ എഴുതുന്നതിന് മുമ്പ് തന്നെ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം കൺഫേം ആക്കിയതിന് ശേഷം ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, ഇപ്പോൾ ആരാണ് ഉത്തരവാദിത്തപ്പെട്ട ഇല്ല എന്നൊക്കെ അറിയാനായിട്ട് ഈ വന്ന കാലത്ത് എല്ലാം അഡ്വാൻസ്ഡ് ആണ്. സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പറ്റിക്കപ്പെടാണ്ടിരിക്കുക. Yes. നല്ലൊരു പ്രൊഫഷണലായി, നല്ലൊരു നഴ്സിംഗ് പ്രൊഫഷണലായി മാറാൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇനിയും വരാനുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. പക്ഷേ വളരെ ചുരുക്കത്തിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫ് ജേർണി എനിക്ക് പേഴ്സണലി വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് മനസ്സിക്കോട് ഞാനത് ഷെയർ ചെയ്യാൻ പറഞ്ഞത്. അത് ഷെയർ ചെയ്യാൻ കാണിച്ച മനസ്സിന് താങ്ക് യു സോ മച്ച്. കിഡ്സ് കോംഫിക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അത് എന്താ പറയുക, ഒരു മാതൃകാ സ്ഥാപനമായി മാറിത്തീരട്ടെ. ഒരുപാട് കുഞ്ഞുങ്ങളുടെ ഒരു ബേസിക് ഏജ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലവ്, അഫെക്ഷൻ, പാമ്പറിങ്, കെയർ കിട്ടേണ്ടത്. എന്നാൽ പേരൻസിന് ഒക്കെ പറഞ്ഞ പോലെ ജോലി ഇല്ലാണ്ട് UAE ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് അസംഭവ്യമാണ്, ബുദ്ധിമുട്ടാണ്. സോ അതൊക്കെ മനസ്സിലാക്കി മാക്സിമം കുഞ്ഞുങ്ങളെ നർച്ചർ ചെയ്ത് കെയർ ചെയ്ത് വാംത്ത്, ലവ്, അഫെക്ഷൻ ഒക്കെ കൊടുത്ത് അവരുടെ ആ ഒരു ഫൗണ്ടേഷനാണ് അവിടെ ചെറുതായിട്ട് ബിൽഡ് ആവുന്നത് അവിടെ. സോ അതൊക്കെ നൽകാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ഒരു പോഡ്കാസ്റ്റ് സെഷന് ഗസ്റ്റായിട്ട് വന്നതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക് യു ബനസിക്ക. കീപ് റോക്കിംഗ്, കീപ് ഇൻസ്പയറിംഗ്. മറ്റൊരു ഗസ്റ്റുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ദിസ് ഇസ് മീ ഡോക്ടർ അപ്പു സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു.